റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു യാചകൻ കടന്നു വരുന്നുണ്ട്. വളരെ രസകരമായ സംഭവമാണിത്. ഹബീബിന്റെ സമീപത്തേക്ക് ഒരു യാചകൻ കടന്നു വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോ ഒരാൾ മനോഹരമായ ഒരു ചട്ടം അല്ലാഹുവിന്റെ ഹബീബിന്റെ തലപ്പാവ് ഒരാൾ സമ്മാനം നൽകിയിരുന്നു. മനോഹരമായ ഒരു തലപ്പാവ് നബി തങ്ങൾക്ക് ഒരാൾ സംഭാവന നൽകിയിരുന്നു. അതിന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നല്ല സൂക്ഷിച്ചിങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഏതോ ഒരു യാചകൻ വാതിൽ മുട്ടുന്നത്. നബി തങ്ങളോട് വല്ലതും തരണേ എന്ന് ചോദിച്ചൊരു യാചകൻ വന്നതാണ്. ആയിഷ, ഈ യാചകൻ ആ തലപ്പാവ് കൊടുത്തേക്ക്, ആ തലപ്പാവ് യാചകന് കൊടുത്തേക്ക് ആയിഷ. ആ യാചകൻ സന്തോഷത്തോടെ തലപ്പാവ് സ്വീകരിച്ച് അങ്ങാടിയിലേക്ക് പോയി. നബി തങ്ങളുടെ തലപ്പാവാണല്ലോ, ആ തലപ്പാവ് സ്വീകരിച്ച് ആ യാചകൻ അങ്ങാടിയിലേക്ക് പോയി. ആ യാചകന്റെ തലയിൽ ബുദ്ധി ഇരിക്കുകയാണ്. നല്ലൊരു ഐഡിയ തോന്നി ആ യാചകന്. എന്ത് ചെയ്തെന്നറിയോ? അങ്ങാടിയിൽ പോയിട്ട് ഈ തലപ്പാവ് കൈകളിൽ പിടിച്ചിട്ട് ആ യാചകൻ ഉറക്കെ പറഞ്ഞു, മയ്യശ്തരീ, ആരാണ് ഹബീബിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ തലപ്പാവ് ആരാണ് എന്നിൽ നിന്ന് വാങ്ങുന്നത്? കച്ചവടം നടത്തി, ബിസിനസ് തുടങ്ങി. ആർക്കാ വേണ്ടത്? നബി തങ്ങളുടെ തലപ്പാവ് വാങ്ങാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? നബി തങ്ങളുടെ തലപ്പാവാണ് ഞാൻ വിൽക്കുന്നത്, എത്ര വിലക്കിത് വേണം, എത്ര വിലക്കിത് തരും? അങ്ങനെ കച്ചവടം ചെയ്തു. അപ്പോഴാണ് ഈ ശബ്ദം, കച്ചവടം ചെയ്യുന്നൊരു ശബ്ദം അന്ധനായ ഒരാളിത് കേൾക്കാനിടയായത്. നബി തങ്ങളുടെ തലപ്പാവ് വിൽക്കാനുണ്ട്, നിങ്ങൾക്ക് വേണോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ തലപ്പാവ് വിൽക്കാനുണ്ട്, നിങ്ങൾക്ക് വേണോ? ഈ ഒരു വാക്ക് കണ്ണുപൊട്ടനായ, കണ്ണിന് കാഴ്ചയില്ലാത്ത അന്ധൻ കേട്ടപ്പോ തന്റെ മകനെ പറഞ്ഞേച്ച് അത് വാങ്ങാനിടയായി. ആ തലപ്പാവ് വാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലപ്പാവാണല്ലോ, ആ തന്റെ പൊന്നുമോൻ പോയത് വാങ്ങാനിടയായി. വാങ്ങിയ ഉടനെ ആ മനുഷ്യൻ ആ തലപ്പാവിനെ തന്റെ കണ്ണിലേക്ക് ചേർത്ത് വെച്ചു. കണ്ണ് കാണുന്നില്ലല്ലോ, ഹബീബിന്റെ തലപ്പാവല്ലേ, തന്റെ കണ്ണിലേക്ക് ചേർത്ത് വെക്കുകയുണ്ടായി. എന്നിട്ട് ദുആ ചെയ്തു, യാ റബ്ബി ബിഹഖ്ഖി റസൂലില്ലാഹി അലൈക, നിന്റെ റസൂലിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നീ തിരിച്ചു തരണേ അല്ലാ, അല്ലാഹുവേ എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു തരണേ എന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു തആല ആ മനുഷ്യന് കണ്ണിന് കാഴ്ചശക്തി നൽകി. ആ മനുഷ്യൻ അല്ലാഹു കണ്ണിന് കാഴ്ചശക്തി നൽകി. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും പ്രശസ്തമായ ഒരു മഖ്ബറയാണ് മാലിക് ദിനാർ. അവിടെ ഈ വർഷം ഉറൂസ് നടക്കുന്ന സമയത്ത് കണ്ണിന് കാഴ്ചശക്തിയില്ലാത്ത ഒരാൾ മഖ്ബറയിൽ വന്ന് നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്ത് ബോധം കെട്ട് വീണ് എണീറ്റ് നോക്കുമ്പോ കണ്ണിന് കാഴ്ചശക്തി കിട്ടിയത് ഈ വർഷം 2 മാസമായിട്ടില്ല. ഈ നവംബറിലാണ് ഉറൂസ് ഉണ്ടായത്. 2 മാസമായിട്ടില്ല. ഇത് നവംബറല്ലേ? നവംബർ 10 ഞാൻ അവിടെ. ഈ മാസം ഒരു സംഭവിച്ച സംഭവമാണ്. അപ്പൊ അതങ്ങനെയാണ്. ചില മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും, എളുപ്പമാക്കി തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ തലപ്പാവ് കണ്ണിൽ വെച്ച് ആ മനുഷ്യൻ ദുആ ചെയ്തു, യാ റബ്ബി ബിഹഖ്ഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബിന്റെ തലപ്പാവിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നീ തിരിച്ചു തരണേ അല്ലാ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു കൊടുത്തു. ആ ഒരു സന്തോഷത്താൽ ഖറജ ഇലാ റസൂലില്ലാഹി ഫറഹാ, വളരെ സന്തോഷത്തോടെ ഹബീബിന്റെ സമീപത്തേക്ക് തിരിച്ചുപോയി. തലപ്പാവുമായി അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് പോയി. യാ റസൂലല്ലാഹ്, എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി അങ്ങയുടെ തലപ്പാവ് വെച്ച് ദുആ ചെയ്തപ്പോ അല്ലാഹു എനിക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ സമ്മാനമായി ഈ തലപ്പാവ് നിങ്ങൾ തന്നെ പിടിച്ചുവെന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ആയിഷയോട് പറഞ്ഞു, ആയിഷ,
ആയിഷ നോക്ക്, ആയിഷ നോക്ക്, ആയിഷ ആ തലപ്പാവിലേക്ക് നോക്ക്. ഒരു പാവപ്പെട്ട ഒരു യാചകന് സാമ്പത്തികമായ ആവശ്യമുണ്ടായപ്പോ ഈ തലപ്പാവിക്ക് അള്ളാഹു ആ പത്തലി പാവമായ യാചകന് അള്ളാഹു സമ്പത്ത് നൽകുകയുണ്ടായി. അതേപോലെ രോഗിയായ കണ്ണിന് കാഴ്ചശക്തിയില്ലാത്ത ഒരാൾക്ക് അല്ലാഹു തആല കണ്ണിന്റെ കാഴ്ചശക്തി നൽകുകയുണ്ടായി. കണ്ണിന്റെ കാഴ്ചശക്തി ലഭിച്ചപ്പോ ഈ അന്ധനായ മനുഷ്യൻ തന്റെ അടിമയെ മോചിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് അല്ലാഹു തആല ആ തലപ്പാവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകി. ഇതാണ് ശുക്ർ ചെയ്താൽ, ദാനധർമ്മം ചെയ്താൽ അല്ലാഹു നൽകുന്ന, അല്ലാഹു നമ്മളോട് പെരുമാറുന്ന രീതി. ഇതാണ് പറഞ്ഞത്, നിങ്ങൾ എന്നോട് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാം. രണ്ട് മലക്കുകളെ അല്ലാഹു നിയോഗിക്കുന്നുണ്ട്, രണ്ട് മലക്കുകളെ അല്ലാഹു നിയോഗിക്കുന്നുണ്ട് എല്ലാ ദിവസവും. സൂര്യൻ ഉദിക്കുന്ന എല്ലാ രാവിലെയും എല്ലാ രാത്രിയിലും അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കുന്നുണ്ട്. ആ മലക്ക് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അഅതി മുംസികൻ ഖലഫാ, അല്ലാഹുമ്മ അഅതി മുംസികൻ ഖലഫാ. അല്ലാഹുവേ, ചെലവഴിക്കുന്നവന് നീ പകരം നൽകണമേ അല്ലാ, ചെലവഴിക്കുന്നവന് നീ പകരം നൽകണമേ അല്ലാ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി, വീടില്ലാത്തവന് വീട് വെക്കാൻ, കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയാത്ത മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി, വെള്ളമില്ലാത്തവന് വെള്ളം നൽകാൻ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവന്റെ കടം കൊടുത്തു വിട്ടാൻ, ഈ രീതിയിൽ സാമ്പത്തികമായി സഹായിക്കുന്ന ആളുകൾക്ക് പകരം നൽകണമേ അല്ലാ. ഈ ഒരു ദുആ അല്ലാഹുവിന്റെ മലക്ക് ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെലവഴിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ദുനിയാവിൽ തന്നെ പകരം നൽകും. 1000 നൽകിയാൽ 2000, 2000 നൽകിയാൽ 3000, 4000, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത പകരം അല്ലാഹു ദുനിയാവിൽ തന്നെ നൽകുന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി പാവങ്ങളെ സഹായിക്കാൻ, ശുക്ർ ചെയ്യാൻ വേണ്ടി ദീനിന്റെ മാർഗങ്ങളിലൊക്കെ ചെലവഴിച്ചോളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ചെലവഴിക്കാതെ പിശുക്ക് വെച്ചാൽ, എന്റെ നിഅമത്തിന് ശുക്ർ ചെയ്യാതെ നന്ദികേട് കാണിച്ചാൽ എന്റെ ശിക്ഷ വല്ലാത്ത ശിക്ഷയാണെന്ന് അല്ലാഹു ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു നൽകിയ സമ്പാദ്യം, അല്ലാഹു നൽകിയ നിഅമത്ത് എല്ലാം ഉപയോഗിച്ച് ഹറാമിന് വേണ്ടി ചെലവഴിച്ചാൽ, ഗാനമേളകൾക്ക് വേണ്ടി, സിനിമ കാണാൻ വേണ്ടി, ഹറാമായ വ്യഭിചാരങ്ങൾക്ക് വേണ്ടി, ജോലിവാസങ്ങൾക്ക് വേണ്ടി അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങൾ ചെലവഴിക്കാൻ തുടങ്ങിയാൽ അല്ലാഹു അവരെ വെറുതെ വിടൂല. അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, അല്ലാഹുവേ സമ്പാദ്യങ്ങൾ ചെലവഴിക്കാതെ പിശുക്കി വെക്കുന്നവരുടെ സമ്പാദ്യങ്ങൾ നീ നശിപ്പിക്കണേ അല്ലാ. അപ്പോഴാണ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരുന്നത്, അപ്പോഴാണ് മാരകമായ രോഗങ്ങൾ വരുന്നത്, അപ്പോഴാണ് കിഡ്നി പേഷ്യന്റ് ആവുന്നത്, ആഴ്ചതോറും ആയിരക്കണക്കിന് രൂപകൾ ചെലവഴിച്ച് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ, ദീനിന്റെ മാർഗത്തിൽ അല്ലാഹു സമ്പാദ്യം നൽകി ചെലവഴിക്കാതിരിക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്നുകിൽ ഹോസ്പിറ്റലിലേക്ക്, അല്ലെങ്കിൽ വല്ല ആക്സിഡന്റിലൂടെ, അല്ലെങ്കിൽ സാമ്പത്തികമായ തകർച്ചയിലൂടെ, ഷോപ്പ് നഷ്ടമാണ്, കച്ചവടം നഷ്ടമാണ്, ജോലിക്കാർക്ക് സാലറി നൽകുന്നത് പോലും കയ്യിൽ നിന്നെടുത്തിട്ടാണ്. ഈ രീതിയിലൊക്കെ അല്ലാഹുവിന്റെ സമ്പാദ്യങ്ങൾ നശിപ്പിച്ചു വെക്കാം. അതുകൊണ്ട് അല്ലാഹു നമ്മൾക്ക് നൽകിയ സമ്പാദ്യങ്ങൾ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് ദീനിയായ മാർഗങ്ങളിൽ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ ചെയ്താലോ അല്ലാഹു നമ്മൾക്ക് പകരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോഴാണ് ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്, അപ്പോഴാണ് കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകുന്നത്. ഒരു ഷോപ്പുള്ള ആള് 2 ഷോപ്പ്, ഒരു ടെക്സ്റ്റൈൽസ് ഉള്ളവൻ 2 ടെക്സ്റ്റൈൽസ്, പിന്നെ 3 ആയി, 18 ആയി, 30 ആയി, 100 ചില്ലാനും ബ്രാഞ്ചുകളൊക്കെയുള്ള ഷോപ്പുകളില്ലേ, 100 ചില്ലാനും ബ്രാഞ്ചുകൾ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലുമുള്ള ആളുകളില്ലേ, GCC രാഷ്ട്രങ്ങൾ, എല്ലാ രാഷ്ട്രങ്ങളിലുമുള്ളവരില്ലേ. അത് കൊടുക്കുമ്പോ അല്ലാഹു പകരം നൽകുകയാണ്. പിടിച്ചു വെക്കുമ്പോ ഒന്നിൽ നല്ല ലാഭമുണ്ടാകും, പിന്നെ ഒരു സുപ്രഭാതത്തിൽ എല്ലാം തകർന്നടിയും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. പറഞ്ഞു വരുന്നത്, അല്ലാഹു നമ്മോട് പെരുമാറുന്ന രീതി നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണോ അല്ലാഹുവിനോട് നമ്മൾ പെരുമാറുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുന്നുണ്ട്,
അന ഇൻദ ലന്നി അബ്ദി ബി, എങ്ങനെയാണോ എന്റെ അടിമ എന്നെ ചിന്തിക്കുന്നത്, എന്നെ കുറിച്ച് ആലോചിക്കുന്നത്, അതുപോലെയാണ് ഞാൻ അവനോട് പെരുമാറുക. അന ഇൻദ ലന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെക്കുറിച്ച് എങ്ങനെയാണോ എന്താണോ ചിന്തിക്കുന്നത്, അതുപോലെയാണ് ഞാൻ അവനോട് പെരുമാറുന്നത്. റാബിഅത്തുൽ അദ്വിയ്യ റളിയല്ലാഹു അൻഹാ, അറിയില്ലേ? മഹദിയായ റാബിഅത്തുൽ അദ്വിയ്യ റളിയല്ലാഹു അൻഹ അറിയൂലേ? രാത്രി റാബിഅത്തുൽ അദ്വിയ്യ റളിയല്ലാഹു അൻഹ ദുആ ചെയ്യുകയാണ്, ഇലാഹി അതഹരികു ഖൽബൻ യുഹിബ്ബുക, അല്ലാഹുവേ നിന്നെ സ്നേഹിക്കുന്ന ഹൃദയങ്ങളെ, നിന്നെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരെ നീ നാളെ നരകത്തിലേക്ക് കഴിച്ചു കളയുമോ അല്ലാഹ്? നിന്നെ സ്നേഹിക്കുന്ന, നമ്മളൊക്കെ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ആളല്ലേ? തെറ്റുവരും മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആളുകളാരാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ശേഷം തെറ്റ് ചെയ്യാത്ത ആളുകൾ ആരാ? തെറ്റ് അത് നിങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ്. മഅസൂം എന്ന് പറയുന്നത് തെറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവർ. അവസാനമായി തെറ്റ് ചെയ്യാതെ അള്ളാഹു സംരക്ഷിച്ചത് പരിശുദ്ധ ഹബീബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ശേഷം ഒരു മഅസൂമും വന്നിട്ടില്ല. തെറ്റ് ചെയ്യും, പക്ഷേ കുല്ലു ബനി ആദമ ഖത്താഉൻ, മനുഷ്യന്മാരെല്ലാ ആളുകളും തെറ്റുകാരാണ്. വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, തെറ്റുകാരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ഒരു തെറ്റ് ചെയ്യുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് തൗബ ചെയ്യുന്ന ആളുകളെയാണ്. തെറ്റ് ചെയ്യാ, ഞാനൊരു തെറ്റും ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെന്താ ആകെ പേടിപ്പിച്ചു നോക്കുന്നു? ഒരു തെറ്റും ചെയ്യാത്ത ആളുകൾ ഈ സ്ഥലത്തുണ്ടില്ല. ഒരാൾ പറയുന്ന ഉസ്താദിന് പോലും അവകാശപ്പെടാൻ പറ്റൂല ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്ത ആളുകൾ ഇന്ന് ലോകത്തില്ല. പക്ഷേ നമ്മുടെ തെറ്റുകാരിൽ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും അല്ലാഹു സ്നേഹിക്കുന്നത് ഒരു തെറ്റ് വന്നാൽ ഉടനെ തൗബ ചെയ്യുന്ന ആളുകളെയാണ്. തൗബ ചെയ്യുന്ന ആളുകളെയാണ് അല്ലാഹു സ്നേഹിക്കുന്നത്, അല്ലാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തെറ്റുവരും. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻത, എവിടെ പോയാലും നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണമെന്ന്. എവിടെയായാലും അല്ലാഹുവിനെ പേടിക്കണം. ഒരു തെറ്റ് വന്നാൽ ഉടനെ ഒരു നന്മ ചെയ്യണമെന്നും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചില്ലേ? തെറ്റ് വരും, തെറ്റ് വന്നാൽ ഒരു തെറ്റ് വന്നാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറയണം. എന്നാൽ നീ ചെയ്ത തെറ്റിനെ അല്ലാഹു മായ്ച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഹറാമ് കണ്ടുപോയി, ഹറാമ് കേട്ടുപോയി, ഹറാമ് ചെയ്തുപോയി, പെട്ടെന്നാണ് ബോധോദയമുണ്ടായത്. അല്ലാഹുവേ ഇത് പാടില്ലല്ലോ, ഇത് ചെയ്യാൻ പാടില്ലായിരുന്നുവല്ലോ റബ്ബേ, അസ്തഗ്ഫിറുല്ലാഹ്, ഇനി ഞാൻ ആവർത്തിക്കില്ല റബ്ബേ, ചെയ്തതെനിക്ക് പൊറുത്തു തരണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നമ്മൾ ചെയ്ത പാപത്തെ അല്ലാഹു മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റാബിഅത്തുൽ അദ്വിയ്യ റളിയല്ലാഹു അൻഹാ രാത്രി ഇങ്ങനെ ദുആ ചെയ്യുകയാണ്, ഇലാഹി അല്ലാഹുവേ അതഹരികു ഖൽബൻ യുഹിബ്ബുക, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ആരാധിക്കുന്ന, നീ റബ്ബാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ നീ കരിച്ചു കളയുമോ, നരകത്തിലേക്ക് വലിച്ചെറിയുമോ അല്ലാഹ്? അപ്പോഴാണ് അല്ലാഹു തആല ഒരശരീരിയിലൂടെ മഹദിയായ റാബിഅത്തുൽ അദ്വിയ്യ റളിയല്ലാഹു അൻഹുവിന് ഒരു സന്ദേശം നൽകുന്നത്, യാ റാബിഅ, യാ റാബിയ എന്നെക്കുറിച്ച് നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ റാബിയ, എന്നെക്കുറിച്ച് നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ. നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു ക്രിമിനലായിട്ട് എന്നെ ചിന്തിക്കരുത്. എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? എത്ര വലിയ തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഭൂമി നിറയെ പാപങ്ങളുമായി എന്റെ സമീപത്തേക്ക് വന്നാൽ ആകാശം നിറയെ ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകാമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു ക്രിമിനലായി അല്ലാഹുവിനെ നിങ്ങൾ കാണരുത്. അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നവനാണ്, അല്ലാഹു കാരുണ്യവാനാണ്. എന്റെ ശിക്ഷയെക്കാളും ഏറ്റവും മറികടക്കുന്നത് എന്റെ റഹ്മത്താണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്
ശിക്ഷയല്ല, അള്ളാഹുവിന്റെ ശിക്ഷയല്ല വലുത്, അള്ളാഹുവിന്റെ റഹ്മത്താണ് വലുത്, അള്ളാഹുവിന്റെ കാരുണ്യമാണ് വലുത്. വലിയ വലിയ പാപികൾ അവർക്കൊക്കെ അള്ളാഹു മാപ്പ് നൽകിയില്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ഒരു പെണ്ണ് വന്നിട്ട് ചോദിച്ചില്ലേ, യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ, ഇന്നി സനയിച്ചു, ഞാൻ വ്യഭിചരിച്ചു, വലച്ചു, എനിക്കതിൽ നിന്ന് കുട്ടിയുണ്ടായി, വഖതൽതു, ആ കുട്ടിയെ ഞാൻ കൊന്നുകളഞ്ഞു, അല്ലാഹു എനിക്ക് മാപ്പ് നൽകുമോ? ഫഹല്ലീ മിൻ തൗബ, ഫഹല്ലീ മിൻ തൗബ, എനിക്ക് മാപ്പുണ്ടോ? എനിക്ക് അല്ലാഹു തൗബ സ്വീകരിക്കുമോ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വ്യഭിചരിച്ചു, സന്തോഷമാണ്, അതിൽ നിന്നൊരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ നീ കൊന്നുകളഞ്ഞില്ലേ, അല്ലാഹു നിനക്ക് മാപ്പ് തരൂല, പോടി, ഇവിടുന്ന് സ്ഥലം വിട്ടു എന്ന് പറഞ്ഞ് വേദനയോടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് വേദനയോടെ ആ പെണ്ണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുണ്ടായി. പിന്നെ നബി തങ്ങളുടെ കൂടെ നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, യാ റസൂലല്ലാഹ്, ഒരു പെണ്ണ് എന്നെ സമീപിച്ചിരുന്ന നബിയെ, എന്റെ സമീപത്തേക്ക് കടന്നു വന്നിരുന്ന നബിയെ, അവൾ വ്യഭിചാരിയാണ്, അതിൽ നിന്ന് കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനവൾ കൗത്തറത്ത് കൊന്നുകളഞ്ഞു, എന്നോട് ചോദിച്ചു മാപ്പുണ്ടോ? ഞാൻ പറഞ്ഞു മാപ്പില്ല എന്ന്. നബി തങ്ങൾ ദേഷ്യപ്പെട്ടു, അബൂ ഹുറൈറ, ആരാണ് നിങ്ങളോട് മാപ്പില്ല എന്ന് പറയാൻ പറഞ്ഞത്? ആരാണ് നിങ്ങളോട് മാപ്പില്ല എന്ന് പറയാൻ പറഞ്ഞത്? അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അബൂ ഹുറൈറ? അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് നീ കേട്ടിട്ടില്ല അബൂ ഹുറൈറ? യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് ഇല്ലാ മാ താബ അലൈഹിം, ഇല്ലാ മാ താബ വആമന വഅമില അമലൻ സാലിഹാ സയ്യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. ഒരാൾ വ്യഭിചരിച്ചുപോയി, കൊലപാതകം നടത്തുപോയി, ജീവിതത്തിൽ അനേകം അക്രമം ചെയ്ത് ആത്മാർത്ഥമായി തൗബ ചെയ്ത് നന്നാവാൻ തീരുമാനിച്ചാൽ സയ്യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവർ മുൻകാലങ്ങളിൽ ചെയ്ത തിന്മയെ അല്ലാഹു നന്മയാക്കി മാറ്റിമറിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് നീ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് മാപ്പ് നൽകൂല എന്ന് പറഞ്ഞത്? എന്ത് പറയുന്നു? സയ്യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവർക്ക് മാപ്പുണ്ട് എന്ന് മാത്രമല്ല, ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഇനി ഒരിക്കലും ആവർത്തിക്കൂല എന്ന വിശ്വാസത്തോടെ, മുമ്പ് കഴിഞ്ഞുപോയ തെറ്റിൽ നിന്ന് മാറി ഇനി ഞാൻ ആവർത്തിക്കൂല എന്ന ഉറപ്പോടെ വിശ്വാസത്തോടെ തൗബ ചെയ്തൊരാൾ മടങ്ങിയാൽ അയാൾ മുമ്പ് ചെയ്ത തിന്മകൾ, വ്യഭിചാരിയാൻ, ആ ചെയ്ത വ്യഭിചാരത്തിന് വരെ അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധമായ ഖുർആന്റെ ആയത്താണിത്. സയ്യിബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, നന്നായതിനു ശേഷം അയാൾ മുൻകാലങ്ങളിൽ ചെയ്ത തിന്മകളെ അല്ലാഹു നന്മയാക്കി മാറ്റിമറിക്കുമെന്നാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത്. ആത്മാർത്ഥമായ തൗബയാണെങ്കിൽ കാക്കത്തൗബ അത് കിട്ടൂല. കാക്കത്തൗബ അറിയില്ലേ? നാട്ടിലുണ്ടോ അങ്ങനെ ചൊല്ലുണ്ടോ? കാക്കത്തൗബ, കാക്കറിയോ? പറക്കുന്ന കാക്ക എന്ത് പറയലേ? കാക്കച്ചിന്ന് പറയോ? കാക്ക തന്നെയല്ലേ? മലപ്പുറത്തായിരുന്നു കാക്കച്ചിന്ന് പറയാം. കാസർഗോഡ് ഭാഷയിൽ തന്നെ കാക്കയെന്ന് പറയും. കാക്കയെന്ന്. ഓ, കാക്ക കാഷ്ടം തിന്നിട്ട് ഇനി ഒരിക്കലും ഞാൻ തിന്നൂലാന്ന് പറയും, പിന്നും തിന്നും, പിന്നും തിന്നൂലാന്ന് പറയും, പിന്നും തിന്നും. അതുപോലെ ഒരു തൗബ വേണ്ട. തെറ്റ് ചെയ്ത് ഞാൻ നന്നാവാ, ഇനി ഞാൻ ചെയ്യില്ല, കള്ള് കുടിച്ച് 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 അവസാനം ഇനി ഞാൻ ജീവിതത്തിൽ കുടിക്കൂല. ഞാൻ തൗബയൊക്കെ ചെയ്ത് പള്ളിയിലൊക്കെ വന്നു, പിന്നെന്ത് പിറ്റേ ദിവസം വീണ്ടും കള്ളു ഷാപ്പിൽ വിളിച്ചുകൊണ്ടുവന്നു, ഇല്ല വല്ലാഹി തുമ്മ വല്ലാഹി ഞാൻ കുടിക്കൂല, പിറ്റേ ദിവസം വീണ്ടും അവിടെ. അത് നടക്കൂല. അല്ലാഹു മാപ്പ് തരും. പക്ഷേ ആത്മാർത്ഥമായി ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യൂല എന്ന ഉറപ്പോടെ, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ, തെറ്റിൽ നിന്ന് മാറി നന്മ ചെയ്ത് ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ അയാളിൽ നിന്ന് വന്നുപോയ തിന്മകളെ വരെ അല്ലാഹു നന്മയാക്കി മാറ്റിമറിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്.
അല്ലാഹു പറയാണ് അന ഇൻദ ളന്നി അബ്ദീ ബി, എന്നെക്കുറിച്ച് എന്റെ അടിമകൾ എന്താണോ വിചാരിക്കുന്നത് അതുപോലെയാണ് ഞാൻ അവനോട് പെരുമാറുന്നത്. ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് അല്ലാഹു ഒരു നരകത്തിലേക്ക് വിളിച്ചെറിയുന്ന ക്രിമിനലായിട്ടാണ് തോന്നുന്നതെങ്കിൽ അയാൾ അല്ലാഹു നരകത്തിലേക്ക് വിളിച്ചെറിയും. അതിനു പകരം അല്ലാഹു റഹീമല്ലേ, അല്ലാഹു ഗഫൂറല്ലേ, അല്ലാഹു മാപ്പ് നൽകുന്നവനല്ലേ, അല്ലാഹു മാപ്പ് നൽകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾക്കുള്ളതെങ്കിൽ അല്ലാഹു നമ്മൾക്ക് മാപ്പ് നൽകും. മുഅ്മിനീങ്ങളെ, അല്ലാഹു മാപ്പ് നൽകട്ടെ. ചെയ്തു പോയ പാപങ്ങളെല്ലാം അല്ലാഹു നമ്മൾക്ക് പൊറുത്തു തരുമാറാവട്ടെ.